ഇത് ഞങ്ങളുടെ വിദ്യാലയം, കേന്ദ്രീയ വിദ്യാലയം പയ്യന്നൂർ. പയ്യന്നൂരിനടുത്ത് എടാട്ട് ഒരു കുന്നിൻ മുകളിൽ ഈ സരസ്വതി ക്ഷേത്രം. I love my country. And I am proud of its rich and varied heritage. സ്കൂളിന്റെ മുകളിൽ നിന്ന് നോക്കിയാലുള്ള കാഴ്ച ഒരു ദൃശ്യവിരുന്നാണ്. പടിഞ്ഞാറ് ഭാഗത്ത് പെരുമ്പപ്പുഴയും കണ്ടൽ കാടുകളും. ഈ വാർത്ത കണ്ടോ? കുഞ്ഞിമംഗലത്ത് കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചെന്ന്. എന്താണ് ഈ കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം? നമുക്ക് സരോട് ചോദിക്കാം. സർ, ഈ വാർത്ത കണ്ടോ? കുഞ്ഞിമംഗലത്ത് കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചെന്ന്. എന്താണ് ഈ കണ്ടൽക്കാടുകൾക്ക് ഇത്ര പ്രാധാന്യം? പുഴയുടെ തീരം, കായൽ തീരങ്ങൾ തുടങ്ങിയ ചതുപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ അനുകൂലനങ്ങളുള്ള കണ്ടലുകൾ വളരുന്നത്. നമ്മുടെ ഇടാട്ടുള്ള രാജേട്ടനാണല്ലോ. അദ്ദേഹം കണ്ടലുകളെപ്പറ്റി ധാരാളം അറിവുള്ള വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം. തീർച്ചയായും. കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്, കുഞ്ഞമംഗലം ഗ്രാമത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ളത്. അത് വിസ്തൃതിയിൽ മാത്രമല്ല, സ്പീഷീസിൻ്റെ എണ്ണത്തിലും, അതായത് വൈവിധ്യത്തിലും ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള പ്രദേശമാണ് കുഞ്ഞമംഗലം. അങ്കിൾ, ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ കണ്ടൽക്കാടുകൾ കാണിക്കാൻ? തീർച്ചയായും. ഞാൻ നിങ്ങളോട് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. ജന്തുക്കളിൽ ഉയർന്ന തരം ജീവികൾ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. താണതരം ജീവികൾ മുട്ടയിടും. സസ്യങ്ങളിൽ ഇത് രണ്ടുമില്ല. പക്ഷേ ഈ സസ്യങ്ങളെ നമ്മൾ പ്രസവിക്കുന്ന സസ്യങ്ങൾ എന്നാണ് വിളിക്കുക. മാൻഗ്രൂവ്സിനെ, കണ്ടലുകളെ. എന്തുകൊണ്ടെന്നാൽ അവ വളരുന്ന പരിസ്ഥിതി നമ്മൾ കണ്ടു കഴിഞ്ഞു. ചതുപ്പാണിവിടെ, ചളിയാണ്. ഈ ചളിയിൽ ഒരു വിത്തിട്ടാൽ അതിന് മുളക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ചെടികൾ, അമ്മച്ചെടി, അതിനെ ആദ്യം മുകളിൽ വെച്ച് ചെടിയുടെ വിത്തിൻ്റെ താഴെ ഡാഗർ ഷേപ്പ് എന്ന് പറയും. നമ്മുടെ ഒരു പാരയൊക്കെ മാതിരിയുള്ള ഒരു സ്ട്രക്ചറുണ്ട്. ഈ സാധനം ഇങ്ങനെ തന്നെ ചളിയിലേക്ക് വീഴും. അപ്പോൾ ഈ ഭാഗം ചളിയിൽ ആഴ്ന്നിറങ്ങും. ഇങ്ങനെ ആഴ്ന്നിറങ്ങിയാൽ മാത്രം പിന്നെ അവിടെ നിന്ന് സ്വയം വേരുകൾ വെട്ടിമുളച്ച് വളരുകയും ഇവിടെ വെച്ച് മുളച്ച് ചെടി വളരുകയും ചെയ്യും. സപ്പോർട്ടിംഗ് റൂട്ട്സിൻ്റെ ആവശ്യം ചെടിയിലാണ്. ചതുപ്പിലാണ് ചെടി വളരുന്നത്. സപ്പോർട്ടിംഗ് റൂട്ട് ഇല്ലെങ്കിൽ ഇത്തരം ചെടിക്ക് നിൽക്കാൻ പറ്റില്ല. താങ്ങ് വേരുകളെന്ന് പറയും സപ്പോർട്ടിംഗ് റൂട്ട്സ്. ഇതിപ്പോൾ സാധാരണ വളർന്ന ചെടിയാണ്, സപ്പോർട്ടിംഗ് റൂട്ടില്ല. ഇത് കുറച്ചുകൂടി വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 2 സപ്പോർട്ടിംഗ് റൂട്ട് വന്നിട്ടുണ്ട്, പക്ഷേ നിലത്ത് മുട്ടിയിട്ടില്ല. ഇത് ക്രമേണ ചെടിയിൽ ആഴ്ന്നിറങ്ങും. പിന്നെ ചെടി വളരുന്നതനുസരിച്ച് 4 ഭാഗത്തും സപ്പോർട്ടിംഗ് റൂട്ട് വരികയും അത് ചെടിയിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. ഈ സപ്പോർട്ടിംഗ് റൂട്ടിൻ്റെ വ്യാപനമാണ് ഇവിടെ ഒരു മൈക്രോ എൻവയോൺമെൻറ്റ് ഉണ്ടാകും. അവിടെ മാത്രമായ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാകും. അവിടെയാണ് ഈ മത്സ്യങ്ങളും പലതരം മത്സ്യങ്ങളും, കടൽ മത്സ്യങ്ങൾ വരെ, ഷെൽ ഓർഗാനിസംസ്, ക്രാബ്സ്, ക്രസ്റ്റേഷ്യൻസ് ഒക്കെ പോയി മുട്ടയിടുന്നത്. കാരണം ഒരു ശല്യവും ഉണ്ടാവില്ല. ഈ കാണുന്നതാണ് ശ്വസന വേരുകൾ. വായുവിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടി മേൽപോട്ട് വളരുന്ന വേരുകളാണ് ന്യൂമാറ്റോഫോർസ് എന്ന് പറയും. അവിടെ അടിഞ്ഞുകൂടി കാണുന്നതോ നമ്മൾ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിഷവസ്തുക്കളും. പുഴയെ നോക്കി നിൽക്കുന്ന കണ്ടലുകളെ പുഴയിൽ നിന്ന് നോക്കിക്കാണാൻ പെരുമ്പാപ്പുഴയിലൂടെ ഒരു തോണിയാത്ര. കണ്ടലിൽ ജീവിക്കുന്ന സുരേഷേട്ടനായിരുന്നു ഞങ്ങളുടെ തോണിക്കാരൻ. ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള കണ്ടൽ വർഗത്തിൽപ്പെട്ട ഇതിൻ്റെ ഒരു പക്ഷികൾ വന്നിട്ട് ഇതിൻ്റെ കായൊക്കെ തിന്നാറുണ്ട്. കണ്ടലുകളിലെ ഒരു വൻമരമാണ് ഈ അവിസീനിയ, ഉപ്പട്ടി എന്ന് പറയും. ഇതിൻ്റെ തടി തോണി ഉണ്ടാക്കാൻ ഉപയോഗിക്കും. കണ്ടലുകളുടെ സമൃദ്ധിയിൽ മനം കുളിർത്ത ഞങ്ങളെ തീർത്തും സ്തബ്ധരാക്കിയ കാഴ്ച. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഇഷ്ടം പോലെ പുല്ലുണ്ട്. കാലിത്തീറ്റക്കായിട്ട് ഇഷ്ടം പോലെ പുല്ല് കിട്ടാൻ സാധ്യതയുള്ള പ്രദേശമാണ്. മറ്റൊന്ന്, ഇന്ധനത്തിനാണെങ്കിൽ തെങ്ങിൻ്റെ ഓല ഇഷ്ടം പോലെ ഉണ്ട്.
ഇവിടെ ആകെ 5 വീടുള്ളൂ. ഏക്കർ കണക്കിന് തെങ്ങും തോട്ടമുണ്ട്. വെറുതെ നശിച്ചു പോവുകയാണ്. കാലത്തീറ്റയ്ക്ക് വേണ്ടിയിട്ടോ ഇന്ധനത്തിന് വേണ്ടിയിട്ടോ ഇവിടെ ഒരു കാട് നശിപ്പിക്കപ്പെടേണ്ടതില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ കാട് നശിപ്പിച്ചിട്ടില്ല. വളരെ അടുത്ത കാലത്തിലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി മൊത്തമായിട്ട് വളരെ ചെറിയ പൈസക്ക് വൻ മാഫിയകൾ, ഭൂമാഫിയകൾ എന്ന് വേണമെങ്കിൽ പറയാം, അവർ വിലക്ക് വാങ്ങുകയാണ്. അവർ റിസോർട്ട് ഉണ്ടാക്കാൻ, ചെമ്മീൻ പാടങ്ങൾ ഉണ്ടാക്കാൻ, ഇതിൽ മണ്ണുകൊണ്ടിട്ട് നികത്തിയിട്ട് വലിയ പൈസക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കൈമാറേണ്ടത് ഇത്രയും അവശേഷിക്കുന്ന ഒരു ചെറിയ ഭൂമി മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളിത് കാത്തുരക്ഷിച്ചിട്ട് ഇതിനേക്കാൾ ഭംഗിയായിട്ട് വരുന്ന തലമുറക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വം പുതുതലമുറക്കാണ്. അത് ചെയ്യുമെന്ന് പരിപൂർണമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നു. അനേകായിരം വർഷത്തെ പരിണാമ പ്രക്രിയയിലൂടെയും നിർദ്ധാരണങ്ങളിലൂടെയും ഉടലെടുത്ത പ്രകൃതി പാരസ്പര്യങ്ങളിലൂടെ നിലനിന്നു പോരുന്ന സജീവതയാണ്. തലമുറകൾ കൈമാറി നമുക്ക് കിട്ടിയ പ്രകൃതിയെ ഒരു പോറലും ഏൽപ്പിക്കാതെ അതിന്റെ സജീവതയിൽ തന്നെ വരും തലമുറകൾക്ക് കൈമാറാനുള്ള ബാധ്യത ഞങ്ങളിൽ നിക്ഷിപ്തമാണ്. പണത്തോടുള്ള അത്യാർത്തി, ലാഭേച്ഛ, സുഖലോലുപത, ആർഭാട ജീവിതം എന്നിവയ്ക്ക് കീഴ്പ്പെടാതെ ഞങ്ങളിൽ അർപ്പിതമായ ഈ കർത്തവ്യം വിജയകരമായി നിർവഹിക്കുമെന്ന് ഈ കണ്ടലുകളെ സാക്ഷിയാക്കി ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു.